നമ്മളിപ്പം കുറെ ആളുകളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഇനിയും തീരുമാനം വരേണ്ടത്. ഇപ്പം കൺഫേംഡ് ആയിട്ടുള്ള നമുക്കൊരു പട്ടിക പറയുകയാണെങ്കിൽ 3.0 ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ആരുടെയൊക്കെ പേര് പറയാൻ പറ്റും. ഇപ്പം അമിത്ഷാ ഉറപ്പിക്കുന്നുണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, പീയൂഷ് ഗോയൽ ഉണ്ട്. അങ്ങനെ ചില പേരുകൾ കൺഫേം ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിരാഗ് പാസ്വാന്റെ പേര്, അനുപ്രിയയുടെ പേര്, ജയന്ത്, അങ്ങനെ കൺഫേം ആയിട്ടുള്ള പേരുകളൊന്ന് പറയുമോ? അതിൽ ഒന്നാമത്തത് രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് നേരത്തെ 1-2 സർക്കാരുകളിൽ ഏറ്റവും ആദ്യ പരിഗണന എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം തന്നെയാണ്. പക്ഷേ അമിത്ഷാ ആയിരുന്നു എല്ലാം. മോദിയുടെ വലങ്കൈ. ആദ്യം പാർട്ടി അധ്യക്ഷനായിരുന്നു, രണ്ടാമത്തെ ടൈമില് ആഭ്യന്തരമന്ത്രിയായിരുന്നു. പക്ഷെ എല്ലാം അമിത്ഷയായിരുന്നു. പക്ഷേ ഇത്തവണ അമിത്ഷയ്ക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പ്രാധാന്യം രാജ്നാഥ് സിംഗിലും കൊടുക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. കാരണം ഒരു സഖ്യകക്ഷി സർക്കാരാണ്. ഗുജറാത്തിൽ ഭരിക്കുമ്പോഴും ഡൽഹിയിൽ 10 വർഷം ഭരിക്കുമ്പോഴൊന്നും സഖ്യകക്ഷി സർക്കാരിനെ നയിച്ചുള്ള ശീലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കില്ല. അതുകൊണ്ട് രാജ്നാഥ് സിംഗ് എന്ന കുറച്ചുകൂടി മറ്റാളുകളോട് ഇടപഴകാൻ മെച്ചപ്പെട്ട സാധ്യതകളുള്ള ആളെ നന്നായി പരിഗണിക്കുന്ന ഒരു സർക്കാരായിരിക്കും ഇപ്പോഴത്തേത്. അതുകൊണ്ട് ഒന്നാമത്തെ പേരെ നമുക്ക് രാജ്നാഥ് സിംഗിൻ്റെത് പറയാം. അമിത്ഷാ ഉറപ്പായിട്ടും ഉണ്ടാകും. അത് ആഭ്യന്തരമന്ത്രിയായി തന്നെ നിലനിൽക്കാനാണ് സാധ്യത. മറ്റൊന്ന് നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ ഭരണപക്ഷത്ത് തന്നെയുള്ള മറ്റു സഖ്യ പാർട്ടികൾക്ക് താല്പര്യമുള്ള ഒരു നേതാവാണ് നിതിൻ ഗഡ്കരി. മോദിയുടെ അത്ര തീവ്രമല്ല ഗഡ്കരിയുടെ ഇടപെടൽ എന്നാണ് ഈ ആളുകൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഗഡ്കരി ഉറപ്പായും ഇത്തവണയും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട പേര് JP നഡ്ഡയുടേതാണ്. JP നഡ്ഡ നേരത്തെ തന്നെ BJP അധ്യക്ഷന്റെ കാലാവധി പൂർത്തിയായതായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരണം എന്ന ഒരു നിർദ്ദേശം നൽകുകയും അങ്ങനെ തുടരുകയും ചെയ്തതാണ് നഡ്ഡ. നഡ്ഡ ഇത്തവണ രാജ്യസഭാംഗമാണ്. നഡ്ഡ ഇത്തവണ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്ന ഉറച്ച വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ളത് നിർമ്മല സീതാരാമന്റെ പേരാണ്. നിർമ്മല സീതാരാമൻ ഇത്തവണ ക്യാബിനറ്റിൽ ഉണ്ടാകില്ല എന്ന ഒരു വിവരമുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, അക്കാര്യത്തിൽ സമ്പൂർണ്ണമായ ഉറപ്പില്ല. 11:30 കൂടിയേ നമുക്ക് ഉറപ്പ് ലഭിക്കുള്ളൂ. നിർമ്മല സീതാരാമൻ പാർട്ടിയിൽ സജീവമാകണമെന്നൊരു അഭിപ്രായം പ്രധാനപ്പെട്ട ചില നേതാക്കൾക്കുണ്ട്. പീയൂഷ് ഗോയലിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അനുരാഗ് ഠാക്കൂർ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുരാഗ് ഠാക്കൂർ സംഘടനാ തലത്തിലേക്ക് മടങ്ങണമെന്നൊക്കെയുള്ള നിർദ്ദേശം നിലവിലുണ്ടായിരുന്നു.